നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് വളരെ യാദൃശ്ചികമായാണ് യൂണിവേഴ്സ് നിങ്ങൾ ഈ വായന കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തി പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? അതുപോലെ തന്നെ അവരുടെ യഥാർത്ഥ ഉദ്ദേശവും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. തുടക്കം മുതൽ അവസാനം വരെയും കഴിവതും കാണുവാനായി ശ്രമിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ നല്ലതുപോലെ മനസ്സിൽ ഓർത്തുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തിയുടെ തിരിച്ചുവരവ് അല്ലെങ്കിൽ തിരിച്ചുവരവല്ല, ഈ വ്യക്തിയുടെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള യാദൃശ്ചികമായിട്ടുള്ള വരവ് എന്ന് പറയുന്നത് കുറച്ചധികം അഹങ്കാരത്തോടു കൂടിയായിരുന്നു. ആ ഒരു ഊർജമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഒരു പടിയിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ എന്ന് പറയുന്നത്. സൗന്ദര്യത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലോ അങ്ങനെ മറ്റു പദവികളോ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഒന്നോ രണ്ടോ പടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് പ്രണയ അഭ്യർത്ഥനകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ വ്യക്തിക്ക് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രണയ അഭ്യർത്ഥനകൾ, കല്യാണാലോചനകൾ, ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് സ്നേഹത്തോടു കൂടിയുള്ള മെസ്സേജുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരിലേക്ക് ഈ വ്യക്തി ആകർഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ എന്ന് പറയുന്നത്. നന്നായിട്ട് അഭിനയിക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ നൃത്തം ചെയ്യുവാനോ ഒക്കെ കഴിവുള്ള, വളരെയധികം മറ്റുള്ളവരിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെക്കാൾ എന്തുകൊണ്ടും വളരെയധികം യോഗ്യതയുള്ള മറ്റു വ്യക്തികളെ തേടിയുള്ള യാത്രയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമാണ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളിൽ എന്തൊക്കെയോ ക്വാളിറ്റികൾ, എന്തൊക്കെയോ നല്ല നല്ല ഗുണങ്ങൾ ഈ വ്യക്തിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പലവർക്കും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്, ആദ്യമായി വന്നപ്പോൾ ഈ വ്യക്തിയുടെ മനോഭാവം എന്ന് പറയുന്നത് കേവലം ചെറിയൊരു ടൈം പാസ് അല്ലെങ്കിൽ നേരം പോക്കിന് വേണ്ടിയുള്ള ഒരു സ്നേഹബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു സമയം തള്ളി നീക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രണയം എന്നുള്ള രീതിയിലായിട്ടായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങളാണെങ്കിൽ പോലും വളരെയധികം ആഗ്രഹിച്ചു ഈ വ്യക്തിയുടെ സ്നേഹം, ഈ വ്യക്തിയുടെ സൗന്ദര്യത്തിലായാലും നിങ്ങൾ അത്രത്തോളം മതിമറന്നു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കും അറിയാം എന്തുകൊണ്ടും നിങ്ങളെക്കാൾ ഒരു പടി ഉയരത്തിലാണ് മറ്റു കാര്യങ്ങളിൽ ഈ വ്യക്തി നിൽക്കുന്നത് എന്നുള്ളത്. അന്നും ഇന്നും ഈ വ്യക്തിക്ക് ഒരുപോലെ കുറയാത്ത ഒരു കാര്യമാണ് അഹങ്കാരം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം എന്ന് പറയുന്നത്. ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റി. കാരണം ഈ വ്യക്തി കുറേ കാര്യങ്ങളിൽ, ഒരുപാട് കാര്യങ്ങളിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. നിങ്ങളുടെ അടുത്തല്ല, നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി കടന്നു വന്നപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരുന്നു. വേറെ പല ഭംഗിയുള്ള വസ്തുക്കൾ കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ കേവലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും ഈ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിലെ നന്മ മനസ്സിലാവുകയും നിങ്ങളുടെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ പുറമേ കാണുന്നത് പോലെയല്ല, നിങ്ങളുടെ മനസ്സ് വളരെ സുന്ദരമാണ്, മനോഹരമാണ്, നിങ്ങൾ നല്ലൊരു മനസ്സുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുള്ള
തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഈ വ്യക്തി കൺട്രോൾഡ് ആണ്. അതായത് നിങ്ങളുടെ കൈകളിൽ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇതിനു മുമ്പും ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. അതൊക്കെ വളരെ നിഷ്പ്രയാസത്തോടു കൂടി ഈ വ്യക്തി വേണ്ട എന്നും വെച്ചിട്ടുണ്ടാകണം. അതിൻ്റെ ആ ഒരു രസം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എൻജോയ്മെന്റ് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി അത് പതുക്കെ ഒഴിവാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എന്താണെന്ന് അറിയില്ല, ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഈ വ്യക്തിക്ക് അറിയില്ല. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പിരിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ വ്യക്തിയെ എത്രത്തോളം ആകർഷിപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്നുവോ അത്രയും ആകർഷണം ഈ വ്യക്തിക്ക് നിങ്ങളിൽ തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറയുമ്പോൾ നിങ്ങളിൽ ഒരു ക്വാളിറ്റിയും ഈ വ്യക്തിക്ക് ഒരുപക്ഷെ കാണാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു സംസാര രീതി, സത്യസന്ധത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ വളരെയധികം ആകർഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു വേർപിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അത് ഈ വ്യക്തി ഒരു പക്ഷേ നിങ്ങളുമായിട്ട് വാക്ക് തർക്കത്തിന് നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് തർക്കിക്കാൻ വരികയോ ചെയ്തിട്ടുണ്ടാകണം. പക്ഷെ നിങ്ങൾ അതിനൊന്നും നിന്ന് കൊടുത്തതായിട്ട് കാണിക്കുന്നില്ല. കാരണം നിങ്ങൾ എപ്പോഴും ഒരു സമാധാനത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ പേഴ്സണായിട്ട് തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ ഓരോ തെറ്റുകൾ വിളിച്ചു പറയാനോ കുറച്ച് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു സംഘർഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനോ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഹീലായിട്ടുള്ള വ്യക്തികളാണ്. അതായത് ചിലപ്പോൾ യോഗ ചെയ്യുന്നുണ്ടാകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകണം. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി നിങ്ങൾ വളരെയധികം സമാധാനത്തെ വളരെയധികം ആഗ്രഹിക്കുന്ന സമാധാനപ്രിയരായിട്ടുള്ള ഒരു പറ്റം വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഓരോ നിമിഷവും, ഓരോ സാഹചര്യത്തിലും, ഓരോ പ്രശ്നങ്ങളിലും ഈ വ്യക്തി തന്നെയാണ് തോറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. കാരണം നിങ്ങൾ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും ഈ വ്യക്തിയെ കീഴ്പ്പെടുത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഈ വ്യക്തിയെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. നിങ്ങളിൽ വളരെയധികം അത്ഭുതം ഈ വ്യക്തിക്ക് തോന്നിക്കുന്നുണ്ട്. കാരണം ഇത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ലോകത്തിൽ നിങ്ങളെപ്പോലെ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്ന വ്യക്തികൾ ഉണ്ടോ എന്നിങ്ങനെയുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ സംഭവിച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളും ഈ വ്യക്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് ചില സമയങ്ങളിൽ ഈഗോ വർക്കൗട്ട് ആവുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വേറെയും അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കാം. മറ്റുള്ളവരിലേക്ക് എന്തുകൊണ്ടോ വളരെയധികം ആകർഷിക്കുന്ന ഒരു ആകർഷണീയമായിട്ടുള്ള ഒരു ഊർജമായതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് കാർഡ്സ് കാണിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് തികച്ചും സന്തോഷകരമായിട്ടുള്ള, സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് വിദേശ രാജ്യങ്ങളിലോ മറ്റും വെച്ചായിരിക്കണം. അതായത് സ്വന്തം സ്ഥലത്തോ ഒക്കെ ആയിരിക്കില്ല. അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുമായി കണ്ടുമുട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഈ വ്യക്തി വേറൊരു സ്ഥലത്തേക്ക് പോയതായിട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട്. പക്ഷെ ആ തേർഡ് പാർട്ടി ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിലായിരിക്കുന്നത് തേർഡ് പാർട്ടിക്ക് ഒരു പരിധി വരെ അറിയാം എന്ന് തന്നെയാണ് മെസ്സേജ് കിട്ടുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒരു പക്ഷേ ഈ വ്യക്തിയെക്കാളും ഒരു പടി താഴ്ചയിലായിരിക്കാം. അത് കാണുന്നതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ ആയിരിക്കാം. നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ലവേഴ്സായി എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവർ പുറമേ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒത്തുനോക്കുമ്പോൾ
വളരെയധികം അസൂയ അല്ലെങ്കിൽ ജലസ് തോന്നിക്കുന്ന രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇപ്പോൾ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളുടെ ഈ ഒരു പ്രണയ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് പോലും ചെറിയ രീതിയിൽ ഒരു അസൂയ വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം എനർജികളും നമുക്ക് ഒരു പരിധിവരെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണമായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തി മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ പാനപാത്രം തീർച്ചയായിട്ടും സ്വീകരിക്കുന്നില്ല. കാരണം ഒരു ഹെർമിറ്റ് മോഡിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഈ വ്യക്തി പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് നടുക്കഷ്ണമായി കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത്. കാരണം തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും ഇതിന് എതിർത്ത് നിൽക്കുന്ന വ്യക്തികളായിട്ട് ഈ പേഴ്സൺ ആദ്യമൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നല്ല രീതിയിലാണ് മുന്നോട്ട് കടന്നു പോയതെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ തടസ്സം നിൽക്കുന്നത് ആരൊക്കെയാണോ അവരുമായിട്ട് ഈ വ്യക്തി വാക്ക് തർക്കത്തിന് നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ നേരിൽ കാണുമ്പോഴോ നിങ്ങളുമായിട്ട് ഫോണിൽ കൂടെ സംഭാഷണം നടത്തുമ്പോഴോ ഒരുപക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ വ്യക്തി സംസാരിക്കുന്നില്ലായിരിക്കാം. അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന ചെറിയൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവം മാത്രമാണ്. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശപ്പെടുത്തി സംസാരിച്ചാലോ നിങ്ങളായിട്ടുള്ള പ്രണയബന്ധം നല്ലതല്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം കൊള്ളില്ല എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് ഈ പേഴ്സൺ വാക്ക് തർക്കത്തിന് നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത് വളരെയധികം ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ആളുകളെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും അതോടൊപ്പം തന്നെ മുജ്ജന്മ ബന്ധമായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സാഹചര്യം ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതികൂല അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും കാലചക്രം ശരിയാകുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചു പോവുകയും നിങ്ങളിലേക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ചില തരത്തിലുള്ള മനക്ലേശങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും എന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഈ വ്യക്തി ഈഗോയിസ്റ്റിക്കിൽ ആ ഒരു ഈഗോ പരമായിട്ടുള്ള എനർജിയിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും ഈ വ്യക്തി പല ആളുകളെയും കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ ഉദ്ദേശങ്ങൾ എന്താണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ശരിക്കും ആരാണ്, ഇവിടെ ആരാണ് വില്ലൻ ക്യാരക്ടറിൽ നിൽക്കുന്നതും ആരാണ് ഹീറോ ക്യാരക്ടറിൽ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ വിശകലനം നടത്തുന്നുണ്ട്. അതായത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമായിട്ടുള്ള കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തി പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പലവരോടും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പല സാഹചര്യങ്ങളോടും പല വ്യക്തികളോടും ഈ പേഴ്സൺ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വ്യക്തിയെ മറ്റാരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ചങ്ങലകളുടെ കെട്ടഴിച്ചുകൊണ്ട് സ്വതന്ത്രയാകാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ആദ്യം ചെറിയ രീതിയിൽ ഒരു നേരം പോക്ക് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് നിങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയ ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഒരിക്കലും ഈ വ്യക്തി പുറമേ സമ്മതിച്ച് തരുന്നില്ലായിരിക്കാം, പക്ഷെങ്കിൽ പോലും നമുക്ക് അതുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ തരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.